ഞങ്ങളൊന്ന് കൊച്ചി വരെ പോകാൻ വേണ്ടി ഒന്ന് കറങ്ങിയിട്ട് വരാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ വണ്ടി കയറിയപ്പോൾ തൊട്ട് സംസാരിച്ച് ഇവിടെ ഒരാൾ പെട്രോൾ വാങ്ങാൻ മറന്നുപോയി. പെട്രോൾ വാങ്ങാനല്ല, പെട്രോൾ അടിക്കാൻ. ഓ, പെട്രോൾ അത് മാത്രം തിരുത്താൻ നന്നായിട്ട് അറിയാലോ. പെട്രോൾ അടിക്കാൻ മറന്നുപോയി. എന്നിട്ട് കണ്ടെയ്നർ റോഡിൻ്റെ അവിടെ ഞങ്ങൾ പെട്ട് നിൽക്കുകയാണ്. ഞാൻ ഒരാൾ വണ്ടി തള്ളണ ഒരു വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. മൊത്തം പെട്ടിട്ട് എൻ്റെ വണ്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടെയ്നർ റോഡിൻ്റെ അവിടെ പെട്ട് നിൽക്കുകയാണ്. എന്തെന്നും പറയാനില്ലേ? മൈ മിസ്റ്റേക്ക് ആയതുകൊണ്ട് ഞാൻ മിണ്ടോളാം. മിണ്ടരുത്. പോയി ഒരു അവസരം ഇങ്ങനെയൊക്കെയാണ്, മനസ്സിലായോ? ഞാൻ ഒറ്റക്ക് വണ്ടി ഓടണം, ഞാൻ ഒറ്റക്ക് എല്ലാം നോക്കണം. ഞാൻ ആളെ വിളിച്ച് പെട്രോൾ വരുത്തിച്ചില്ലേ, ഞാൻ വീട്ടിൽ നിന്ന് വണ്ടി കയറിയപ്പോൾ ഞാൻ പറഞ്ഞു പെട്രോൾ അടിക്കണ്ടേടാ. അപ്പോൾ പറഞ്ഞു ഏയ് പെട്രോൾ ഉണ്ട് ഇതാ. ഇന്നലെ ഒരു മെനകെട്ട വണ്ടിയിൽ ഫുൾ ടാങ്ക് കണ്ടുകൊണ്ടിരുന്നത് ഞാൻ നോക്കിയപ്പോൾ ഇന്ന് കാലിയായി കുടിച്ചു പറ്റിച്ച് വണ്ടിയില. വണ്ടി കൊടുത്തപ്പോൾ അമ്മമാർ ഊറ്റിന്ന് തോന്നുന്നു. അങ്ങനെ ഊറ്റോ? എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ പെട്ട്. ഗൈസ്, ഞങ്ങൾക്ക് കൂട്ട് ലാലേട്ടനുണ്ട്. ലാലേട്ട ഒരു ഹായ് പറയൂ. തളരില്ല രാമൻകുട്ടി, തളരാണ്ടിരുന്നാ മതി രാമൻകുട്ടി. യെസ്. ഞങ്ങളെ പോലീസ് ഇടിക്കൂല എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ കിടന്നത്. നമ്പർ പ്ലേറ്റ് പോലും എത്തോണ്ടിയാ എനിക്ക് കാണിച്ചത്. നമുക്ക് പെട്രോൾ കിട്ടിയിരിക്കുകയാണ്. കുടിക്കാതെ കുടി കണ്ട നായിന്റെ മോൻ. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ വന്ന് മറ്റേ പെട്രോൾ തീർന്ന് നിന്നതാണ്. പിന്നെ ഇവിടെ വന്ന് ഇവിടെ ആൾക്കാർ ഡാൻസായി, ഇവിടെ സ്കേറ്റിംഗ് ആയി. എന്താ ഇവിടെ നടക്കണത് എനിക്ക് മനസ്സിലായില്ല.